അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായത്തിലെ ഉമ്മത്തിലെ ഓരോ വ്യക്തിയോടും കൽപ്പിച്ചൊരു കാര്യമാണ് കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഓരോ വ്യക്തികളും അവർ ഇടപെടുന്ന പല മേഖലകളിലെയും ഭരണാധികാരികളായിരിക്കും. അവർക്ക് കീഴിൽ ഭരണീയരുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും ആ ഭരണീയരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആ ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ ഒരു ഭരണകർത്താവാകുവാൻ അഥവാ ഒരു നല്ല നേതാവാകുവാൻ എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നേതൃപാടവ ശാസ്ത്രം അഥവാ ലീഡർഷിപ്പ് സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു വിജ്ഞാന ശാഖ, അതിലുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി നമുക്ക് കാണാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് മക്ക വിജയത്തെ തുടർന്നുണ്ടായ ഒരു സംഭവം. അബൂ മഹ്ദൂറ എന്ന് പറയുന്നൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി വരുമ്പോൾ, മക്കയിൽ നിന്ന് ബാങ്ക് വിളി വരുമ്പോൾ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ആ ബാങ്ക് വിളി അനുകരിക്കുകയും അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി പ്രത്യേകമായ രീതിയിൽ ഒരു ബാങ്ക് വിളി നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അബൂ മഹ്ദൂറ. ആ ബാങ്ക് വിളിയെ അപമാനിക്കുകയായിരുന്നു. പക്ഷേ ആ വ്യക്തി പിടിക്കപ്പെട്ടു. കേവലം 16 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി പിടിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹാജരാക്കപ്പെടുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സന്ദർഭം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം ബാങ്കിനെയാണ് അപമാനിച്ചത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് മറ്റൊന്നുമല്ല, അബൂ മഹ്ദൂറയുടെ ശബ്ദത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുകയാണ്. തീർച്ചയായും നല്ല ശബ്ദത്തിനുടമയായിരുന്നു. അങ്ങനെ ആ ശബ്ദത്തെ പുകഴ്ത്തുകയും യഥാർത്ഥ ബാങ്ക് വിളി അബൂ മഹ്ദൂറയെ പരിശീലിപ്പിക്കുകയും അങ്ങനെ മക്കയിലെ ഔദ്യോഗിക മുഅദ്ദിനായിക്കൊണ്ട് ആ കുട്ടിയെ നിയമിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തികളിലെ അബദ്ധങ്ങളും പോരായ്മകളും കാണുന്നതോടൊപ്പം തന്നെ അവരിലെ സാധ്യതകളെ കൂടി തിരിച്ചറിയുമായിരുന്നു. ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമയെ റോമാ സാമ്രാജ്യത്തിനെതിരെയുള്ള പടനീക്കത്തിൽ സൈന്യാധിപനായി നിയോഗിച്ചതും അതേപോലെ 20 വയസ്സ് മാത്രം പ്രായമുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്കുള്ള ഗവർണറായി നിയോഗിച്ചതുമെല്ലാം ഈ രൂപത്തിൽ കൃത്യമായി ഒരു ഭരണകർത്താക്കൾ എന്ന നിലക്ക്, നമ്മുടെ മേഖലകളിലെ ഭരണകർത്താക്കൾ എന്ന നിലക്ക് കൃത്യമായി ഇത്തരം മാതൃകകൾ ഉൾക്കൊള്ളുവാനും ആ രൂപത്തിലുള്ള പ്രകടനം നമ്മുടെ മേഖലകളിൽ കാഴ്ചവെക്കുവാനും പ്രബോധകരെന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളും പരിശീലിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.